ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മളെ ചലിപ്പിക്കുന്നുണ്ട്, നമ്മളുടെ നിവൃത്തിക്ക് കാരണമാകുന്നുണ്ട്. നമ്മുടെ നിവൃത്തിക്ക് കാരണമല്ലാത്ത എന്താ ഉള്ളത്? ഒരു പുഴു പോലും നമ്മുടെ നിവൃത്തിക്ക് കാരണമല്ലേ. അല്ലാത്ത ഒന്നും എനിക്ക് ഭയങ്കര രസമുള്ള ഏർപ്പാടല്ലേ. ഇത് ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ എന്താ ആസ്വദിക്കാൻ പറ്റുക? ഈ ജന്മം ആസ്വദിക്കണം, മാക്സിമം റിച്ച് ആയിട്ട് ആസ്വദിക്കണം, അല്ലാതെ വേറെ എന്താ ഉള്ളത് ജീവിതത്തില്? അനുനിമിഷം അതിന് കാരണമായിട്ടുള്ള വ്യവസ്ഥയാണ്. അനുനിമിഷം നിരന്തരമല്ല. മറ്റേത് ഞാൻ ആശ്രയിച്ചിരുന്നത്, ഞാൻ എടുത്തു വെച്ചിരുന്നത് അതെല്ലാം ഉപേക്ഷിച്ചപ്പോ കൂടുതൽ ശൂന്യതയായിട്ടുള്ള ബന്ധം വന്ന് നമുക്ക് ഉണ്ടെന്ന് പറയണത് ഒന്നുമില്ല എന്നാ എല്ലാം ഉണ്ട്. എന്തെങ്കിലും ഒന്നുണ്ടെന്ന് പറയുമ്പോ അതിൽ മാത്രം നമ്മൾ സ്റ്റക്കാകുകയും സർവ്വതുമായിട്ട് രമ്യപ്പെട്ട് ഭയങ്കര രസമാണ് ഇത്. നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞാലും ഇതിന് പകരം വെക്കാൻ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ബുദ്ധി ഒരിക്കലും അതിനെ മറച്ചു കളയരുത്. കാരണം ഇതൊരു ഭയങ്കര ലോട്ടറിയാണ്, മനസ്സിലായി. ആര് വിചാരിച്ചാലും നടക്കില്ല. അവനവനോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഉണ്ടെങ്കിൽ അവനവനോട് താല്പര്യം ഉണ്ടെങ്കിൽ കിട്ടുന്നത് ഏറ്റവും വലിയ ഏറ്റവും റിച്ച് സംഭവം. അത് ഓരോ ദിവസം അവനവനെ പൂട്ടി വയ്ക്കുന്നതും അവനവനെ തുറക്കുന്നതും അവനവൻ തന്നെയാണ് അതിന്റെ ചാവിയും പൂട്ടും ഒക്കെ. അതെ. മിക്ക ആൾക്കാരും എന്താന്ന് വെച്ചാല് അവർക്ക് ഉള്ളതിന്റെ പേരിലാണ് അവർ സഫർ ചെയ്യണത്. അവരുടെ കയ്യിലുണ്ട്, ഇന്നതുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, എനിക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ഒരു കഥയും ഇല്ല. ഇപ്പൊ ശങ്കരനാരായണന്റെ അടുത്ത് എനിക്ക് വർത്താനം പറഞ്ഞ് ഇങ്ങനെയൊക്കെ ആക്കി കൊണ്ടുവരാൻ ഒരു കഥയും ഇല്ല അതിനകത്ത്. ഞാനതുകൊണ്ടാണ് ഏറ്റവും പൊട്ടനായിട്ടിരിക്കുന്ന ഭാഗത്ത് വരണത്. ഏറ്റവും പൊട്ടനാകുന്നതിനകത്താണ് എനിക്ക് ഏറ്റവും സന്തോഷം. കാരണം ഞാൻ പൊട്ടനായി, എനിക്ക് എല്ലാ കഴിവുണ്ടെന്ന് ധരിക്കുന്നിടത്താണ് എനിക്ക് അബദ്ധങ്ങൾ ഉണ്ടാകുന്നത്. എനിക്കെന്ത് കഴിവാ ഉള്ളത്? ഞാൻ ജീവിക്കാനുള്ള കാരണങ്ങൾ ഒന്നും ഞാൻ ഉണ്ടാക്കിയതല്ല. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയല്ലേ, അത് അനുഭവിക്കുക എന്ന് പറയുന്നതിന് അപ്പുറത്തോട്ട് വേറെ എന്താ? പ്രപഞ്ചമാണ്. ഇപ്പൊ ഗുരു എന്ന് പറയണമെങ്കിൽ പ്രപഞ്ചമാണ് ഗുരു. അതിനൊക്കെ വലിയ ഗുരുനാഥൻ എന്താണ്? ഇന്ന ഗുരുവിനെ കിട്ടിയെന്ന് പറയുമ്പോഴേ ഞാൻ വെറും പൊട്ടന്മാരാണെന്ന് പറയണത്. അങ്ങനെ ഒരു ഗുരുനാഥനെങ്ങും ഇല്ല. ഈ പറഞ്ഞ ശങ്കരനാരായണൻ എന്റെ ഗുരുവാണ്, ശ്രീരാജു എന്റെ ഗുരുവാണ്, തൊട്ടപ്പുറത്തേക്ക് വിനോദ് എന്റെ ഗുരുവാ. ഇവർക്കെല്ലാം എന്നിൽ ചലനം സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. സൂക്ഷ്മമായിട്ടുള്ള ചലനങ്ങളല്ലേ എല്ലാരും സൃഷ്ടിക്കുന്നത്. സൂക്ഷ്മ ചലനത്തെ ഗ്രഹിക്കാൻ സാധിക്കണം. ഒരു രുചി വരെ എന്റെ ഗുരുവാണ്, മനസ്സിലായ? ഒരു രുചി വരെ എന്റെ ഗുരുവാ. നാവില് ഉമിനീര് വരുന്നുണ്ടെങ്കിൽ അതൊരു ഗുരുവിന്റെ ഭാഗം അവിടെ ഉണ്ട്. അതുകൊണ്ട് ഗുരുത്വം ഇല്ലാണ്ട് എവിടെയാ നിക്കണത്? ക്ലബ് ഹൗസ് വരുന്നതും ഒരു ഗുരുത്വത്തിന്റെ പേരിലല്ലേ ക്ലബ് ഹൗസിലോട്ടും വരുന്നത്. എവിടെ പോയാലും എന്ത് ചെയ്താലും ഭയങ്കര റിച്ചാണ്, മനസ്സിലായി? ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല. അവനെന്റെ ജീവിതത്തിന് ഓൾട്ടർനേറ്റീവ് ഇല്ല. അത് ആർക്കും പറഞ്ഞു തരാൻ പറ്റത്തില്ല. അവനവനോടുള്ള താല്പര്യം മാത്രമേ അവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. ആർക്ക് വേണ്ടിയിട്ടാ സംഭവം? ഒരാള് സംസാരിക്കുന്ന ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാ. അവൻ സംസാരിച്ചാല് ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെയാണ് അത് ബെനിഫിറ്റ് ചെയ്യണത്. ആര് സംസാരിച്ചാലും ആര് പ്രവർത്തിച്ചാലും എവിടെ ചലനം ഉണ്ടോ അത് എല്ലാരെയും സ്വാധീനിക്കും. അതല്ലാത്തൊരു ചലനമില്ല. ആർക്കും ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ശങ്കരനാരായണന് മാത്രം ഗുണം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഗുണമാണെങ്കിൽ അത് എല്ലാവർക്കും ഒരുപോലെ കിട്ടിയിരിക്കും. അല്ലാണ്ട് ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്നത് തന്നെ എന്ത് ചലിച്ചാലും അത് പ്രപഞ്ചത്തിന്റെ അനന്തതയിൽ നിന്നുള്ള താളമാണ് ആ ചലനത്തിന് കാരണമാകുന്നത്. ഇത് ഭയങ്കര പക്കാ സിമ്പിളാണ്, ഭയങ്കര പവർഫുൾ ആണ്. നമ്മൾ ഉണ്ടാക്കണമല്ല, നമ്മൾ ഉണ്ടാകാൻ കാരണമായിട്ടുള്ളതാണ് പവർ. അതിനെ കണ്ടെത്താൻ നോക്കണ എന്തിനാണ്? അനുഭവിച്ചാ പോരെ. കണ്ടെത്താൻ പറ്റത്തില്ലത്. ഇതെങ്ങനെയാ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഇതല്ലായിരിക്കണം, നമ്മൾ വേറെ എന്തെങ്കിലും ആയിരിക്കണം, എന്നാലേ കണ്ടെത്താൻ പറ്റത്തുള്ളൂ. നമ്മളെ തന്നെ നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെ?
നമ്മളെ നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. നമുക്ക് ജീവിക്കാൻ പറ്റും. പെയിന്റ് ഇരിപ്പുണ്ടാ ഇനി ശങ്കരാരൻ? പെയിന്റ് ഇരിപ്പുണ്ടാ?